വയനാട്ടിൽ എന്താണ് സാഹചര്യം? യുഡിഎഫിന്റെ ശക്തി കേന്ദ്രത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ സംഭവിക്കുമോ എന്നതാണ് നോക്കുന്നത്. ജയരാജ് ബത്തേരി നമുക്കൊപ്പം ചേരുകയാണ്. ജയരാജ്, എന്താണ് വയനാട്ടിലെ സാഹചര്യം? നേരത്തെയുള്ള നില തുടരാൻ തന്നെയാണോ സാഹചര്യം? മാനന്തവാടി നിലനിർത്തുമോ LDF? കഴിഞ്ഞ ദിവസം പ്രിയങ്ക ഉൾപ്പെടെ വരുമ്പോൾ പോലും NM വിജയന്റെ കുടുംബാംഗങ്ങൾ അവിടെ വലിയ പ്രതിഷേധമുയർത്തുന്നത് നമ്മൾ കണ്ടതാണ് ബത്തേരിയിൽ. IC ബാലകൃഷ്ണന്റെ വോട്ടിൽ ചോർച്ചയുണ്ടാക്കുമോ ആ സാഹചര്യങ്ങളൊക്കെ? തീർച്ചയായും രേണുക, മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഇത്തവണ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് വയനാട് ജില്ലയിൽ നടക്കുന്നത്. വയനാട് 3 മണ്ഡലങ്ങളാണുള്ളത്: കൽപ്പറ്റ, അതുപോലെ തന്നെ മാനന്തവാടി, സുൽത്താൻ ബത്തേരി. നമ്മൾ സുൽത്താൻ ബത്തേരിയിലേക്ക് പോവുകയാണെങ്കിൽ നമുക്കറിയാം, കഴിഞ്ഞ 3 ടേമിലും IC ബാലകൃഷ്ണൻ വൻപിച്ച ഭൂരിപക്ഷത്തോടെ വിജയിച്ച ഒരു മണ്ഡലം കൂടിയാണ് സുൽത്താൻ ബത്തേരി മണ്ഡലം എന്ന് പറയുന്നത്. പക്ഷേ ഇത്തവണ IC ബാലകൃഷ്ണൻ NM വിജയന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഒരുപാട് അല്ലെങ്കിൽ പ്രതിസന്ധികൾ അദ്ദേഹത്തിനുണ്ട്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആരോപണങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ ഒരു ഓഡിയോയിൽ എന്തോ പ്രശ്നമുണ്ട്. എന്തായാലും ശക്തമായ മത്സരം വയനാട്ടിൽ ഇത്തവണ ഉണ്ട് എന്നതാണ് ജയരാജ് സൂചിപ്പിക്കുന്നത്. ജയരാജ്, കേൾക്കാമോ? കേൾക്കാം. തുടർന്നോളൂ. അപ്പൊ ഇത്തരത്തിൽ വലിയ ആരോപണങ്ങളൊക്കെ നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ UDFന്റെ ഒരു അവസ്ഥ, അല്ലെങ്കിൽ അത് മത്സരത്തിന് ശേഷം മാത്രമേ അറിയുള്ളൂ എന്നുള്ള രീതിയിലാണ്. കാരണം ഇത്തരത്തിലുള്ള ഒരു വിവാദമാണ് IC ബാലകൃഷ്ണനെ ഇപ്പോൾ ബാക്കോട്ട് തിരിക്കുന്നത്. എന്തായാലും LDFും അതുപോലെ തന്നെ UDFും കട്ടയുള്ള മത്സരം തന്നെയാണ്. ആര് വിജയിക്കും എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റാത്ത ഒരവസ്ഥയാണ് സുൽത്താൻ ബത്തേരി ഉള്ളത്. അതുപോലെ തന്നെ നമ്മൾ കൽപ്പറ്റയിലേക്ക് പോയാൽ ടി സിദ്ദിഖ് ഒരു സേഫ് സോണിലാണെന്ന് പറയുന്നുണ്ടെങ്കിലും LDFനും അല്ലെങ്കിൽ LDFും വലിയ രീതിയിൽ തന്നെയാണ് പ്രചാരണ പരിപാടികളൊക്കെ നടത്തിയിട്ടുള്ളത്. അല്ലെങ്കിൽ ഇന്നലെയുള്ള കലാശക്കൊട്ടോടെ തന്നെ നമുക്ക് മനസ്സിലാക്കും വലിയ ഒരു സ്വാധീനം അവിടെയുമുണ്ട്. എന്നാലും ഈ ബത്തേരിയിലെ പോലെ അത്ര ഒരു ഇതിലല്ല UDFന്റെ ഒരു അവസ്ഥ എന്ന് നമുക്ക് കൽപ്പറ്റയിലേക്ക് പറയാം. പക്ഷെ ഏറ്റവും എടുത്തു പറയേണ്ടത് മാനന്തവാടിയിലാണ്. നമുക്കറിയാം, കഴിഞ്ഞ 2 വർഷങ്ങളായി, അല്ലെങ്കിൽ UDFന്റെ ഒരു കുത്തകയായിരുന്ന മാനന്തവാടി മണ്ഡലം കഴിഞ്ഞ 2 ടേമിൽ LDFിലേക്ക് വരികയാണ് ചെയ്തത്. 2011 തെരഞ്ഞെടുപ്പിലാണ്, അല്ലെങ്കിൽ ഈ നോർത്ത് മണ്ഡലം, അല്ലെങ്കിൽ നോർത്ത് വയനാട് മണ്ഡലം എന്നുള്ള പേരുള്ള മണ്ഡലം 2008 അത് മാനന്തവാടി മണ്ഡലമായത്. അതിനുശേഷമുള്ള ആദ്യ തെരഞ്ഞെടുപ്പിൽ PK ജയലക്ഷ്മി വലിയ ഭൂരിപക്ഷത്തോടെ വിജയിച്ചു വന്ന ഒരു മണ്ഡലമാണ് മാനന്തവാടി. എന്നാൽ അവിടെ ഇത്തവണ മത്സരിക്കുന്ന, അല്ലെങ്കിൽ UDFന് വലിയൊരു സ്വാധീനമുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതുപോലെ തന്നെ 3 സ്ഥലത്തും NDA വലിയ ഒരു സ്വാധീനമാണ് ചെലുത്തുന്നത്. അതുകൊണ്ട് തന്നെ NDAയുടെ വോട്ടായിരിക്കും മറ്റ് ഫലം നിർണ്ണയിക്കുന്നതിൽ പ്രധാനപ്പെട്ടത് എന്നതാണ് ജയരാജ് ബത്തേരി സൂചിപ്പിക്കുന്നത്. ഒപ്പം PK ജയലക്ഷ്മിയുടേത് ഉൾപ്പെടെയുള്ള പ്രസ്താവനകളും ഈ തെരഞ്ഞെടുപ്പിൽ വലിയ ചർച്ചയായിരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.